So now let's see the reversible isothermal expansion of an ideal gas. അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, കൺസിഡർ an ideal gas enclosed in a cylinder fitted with a weightless frictionless piston. ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കൺസിഡർ an ideal gas enclosed in a cylinder fitted with a weightless frictionless piston. മൂവബിൾ പിസ്റ്റൺ എന്നുള്ളതാണ് വെയ്റ്റ്ലെസ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇങ്ങനെയാണ് ആ പിസ്റ്റൺ. നമുക്കൊരു ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഇറ്റ് എക്സ്പാൻഡ്സ് റിവേഴ്സിബിളി ഫ്രം വോളിയം V1 to V2 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പം നമ്മൾ അടുത്ത സെൻറ്റൻസ് ആയിട്ട് പറയേണ്ടത് സപ്പോസ് ഇറ്റ് എക്സ്പാൻഡ്സ് റിവേഴ്സിബിളി ഫ്രം വോളിയം V1 to V2. നേരത്തെ നമ്മൾ റിവേഴ്സിബിളി എന്നൊന്നും പറഞ്ഞില്ല, എക്സ്പാൻഷൻ എന്നേ പറയുന്നുള്ളൂ. ഈ കേസിൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആയതുകൊണ്ട് വി ഹാവ് ടു സ്പെസിഫൈ ഇറ്റ്. സപ്പോസ് ഇറ്റ് എക്സ്പാൻഡ്സ് റിവേഴ്സിബിളി ഫ്രം വോളിയം V1 to V2 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പം അതിന് നമുക്കൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, നേരത്തെ ഉള്ളത് തന്നെ. അതിനകത്ത് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് വരച്ചു. അങ്ങനെ വരയ്ക്കാനാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഒറ്റ ഫിഗറിൽ കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ഇഫ് ദ എക്സ്റ്റേണൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് P external is equal to the gas pressure PG, the piston remains stationary. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ പ്രഷർ ഗ്യാസിൻ്റെ പ്രഷറിനോട് ഈക്വൽ ആണെങ്കിൽ പിസ്റ്റണിൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് സൈഡിലും ഈക്വൽ പ്രഷറാണുള്ളത്, അതുകൊണ്ട് പിസ്റ്റൺ മൂവ് ചെയ്യില്ല. If P external is decreased by an infinitesimal amount dP, the gas expands reversibly and the piston moves through a distance dl, thereby moving a volume dV. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പറയാണ് എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ when it is decreased by an infinitesimal amount dP, the gas expands reversibly. ചെറിയൊരു പ്രഷർ വേരിയേഷൻ കൊടുക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ കുറേശ്ശെ ആയിട്ടാണ് ഈ എക്സ്പാൻഷൻ നടക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ പിസ്റ്റൺ മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് dl, thereby മൂവിങ് എ വോളിയം dv. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത് L, നമ്മൾ നേരത്തെ L എന്ന് പറഞ്ഞു, അതിന് dl ഒരു ഡിഫറൻസ് ആണല്ലോ ലെങ്ത്തിൻ്റെ, അതുകൊണ്ടാണ് dl എന്ന് പറഞ്ഞത്. dl thereby മൂവിങ് എ വോളിയം dv എന്ന് കാണിക്കുന്നു. ഓക്കെ, ഇനി നേരത്തെ ചെയ്തതുപോലെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ മൂവിങ് ത്രൂ എ ഡിസ്റ്റൻസ് dl, work done in moving through a distance dl is dw is equal to minus p into area into dl. അല്ലേ? നമ്മൾ നേരത്തെ dw എന്ന് പറയുന്നത് എന്താണെന്നാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സിന് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dl ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡി വി. ഏരിയ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈസ് മൈനസ് പി ഇൻറ്റു ഡി. ഏരിയ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് ഡി വി ആണ്. അപ്പോൾ ദെയർഫോർ ഡി ഡബ്ല്യു ബിക്കംസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡി വി. ഓർ ഡി വി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ദ വോളിയം മൂവ്ഡ് ബൈ ദ ഗ്യാസ്. ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ദ ഗ്യാസ് ഫ്രം V1 to V2 ഈസ്. നമുക്ക് ചെറിയ സ്റ്റെപ്പിൽ നടക്കുന്നത് കൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പിലും ഉള്ളതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പിൻ്റെ കാര്യമാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പിലാണ് V1 to V2 മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ W എന്ന് പറയുന്നത്, W എങ്ങനെയാണ് കിട്ടുന്നത്? ഇൻ്റഗ്രൽ dW ആണ് W, അല്ലേ? ഓക്കെ, W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 PdV എന്ന് കിട്ടും. അപ്പം ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ദ ഗ്യാസ് ഫ്രം V1 to V2 ഈസ് W ഈസ് മൈനസ് ഇൻ്റഗ്രൽ V1 to V2 PdV. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം.
എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഫോർ n moles of an ideal gas PV is equal to nRT. From this what is P equal to? This is nRT by V. ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ W is equal to എന്ത് കിട്ടും? W is integral V1 to V2 മൈനസ് പിക്ക് പകരം മൈനസ് nRT by V ഇൻറ്റു ഡി വി എന്ന് കിട്ടും. അപ്പം നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈസിയായി. മൈനസ് nRT by V ഡി വി എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഡി വിയും ഉണ്ട് വിയും ഉണ്ട്. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഇതിൽ മൈനസ് കോൺസ്റ്റൻറ്റ്, എൻ കോൺസ്റ്റൻറ്റ്, ആർ കോൺസ്റ്റൻറ്റ്, ടി കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇൻ്റഗ്രൽ V1 to V2 ഡി വി ബൈ V. What is integral dV by V? And it is this term is equal to log natural log V. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. മൈനസ് nRT ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് ln V എന്നാണ്. ln V ബിറ്റ്വീൻ ലിമിറ്റ്സ് V1 to V2. അപ്പോൾ ഇതിനെ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു മൈനസ് nRT ഇൻറ്റു ln upper limit is V2 minus lower limit is V1. ln V2 minus ln V1. ln V2 minus V1 നമ്മൾ എങ്ങനെ എഴുതും? ln A മൈനസ് ln B എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ln A ബൈ B. അപ്പോൾ അതേ ഫോർമുല നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്താൽ nRT ln V2 by V1 and we have obtained work as equal to minus nRT ln V2 by V1. ഇനി പ്രഷറിൻ്റെ ടേംസിൽ നമുക്കിത് എങ്ങനെ അറിയാം? നമുക്കറിയാം ഫോർ an ideal gas P1 V1 is equal to P2 V2. അപ്പോൾ നമുക്ക് ഉള്ളത് ഇവിടെ V2 by V1 ആണ്. അപ്പോൾ what is V2 by V1 equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ this is equal to P1 by P2. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. മൈനസ് nRT ln P1 by P2. ഇനി ഇതിനെ നമുക്ക് P2 by P1 ടേംസിൽ എഴുതണമെങ്കിൽ എന്താ എഴുതണം? ഈ മൈനസ് കളയാം അല്ലേ? ln P1 മൈനസ് ln P2 ആണിത്. അപ്പോൾ ln P2 മൈനസ് P1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് പുറത്തെടുക്കും. ആ മൈനസ് ഈ മൈനസും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടും nRT ln P2 by P1. അപ്പോൾ these are all expressions for work done during reversible expansion of an ideal gas from volume V1 to V2 or from pressure. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രം പ്രഷർ P1 to P2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഓഫ് എക്സ്പാൻഷൻ. അത് നമുക്ക് ബൈ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റിയതാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് W is equal to minus nRT ln V2 by V1 അല്ലെങ്കിൽ W is equal to minus nRT ln P1 by P2. അത് നമ്മൾ നാച്ചുറൽ ലോഗാണ് ഇത്. അത് ലോഗരിതം ടു ദ ബേസ് 10 ആക്കുമ്പം 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി വിൽ ഗെറ്റ് W is equal to minus 2.303 nRT log V2 by V1 അല്ലെങ്കിൽ മൈനസ് 2.303 nRT log P1 by P2. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റേ നമ്മൾ മൈനസ് മാറ്റി പഠിച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ രണ്ട് ഇക്വേഷനിലും മൈനസ് വന്നോട്ടെ. വോളിയം ആണെങ്കിൽ V2 by V1, പ്രഷർ ആണെങ്കിൽ P1 by P2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ this is the work done during reversible isothermal expansion of an ideal gas. ഇത് essay question ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എല്ലാവരും നോട്ട്സൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.